ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ നന്ദഗോവിന്ദം ഭജൻസ് അടക്കമുള്ള ഭജനകൾ അത്തരത്തിലുള്ള ഒരു ദൈവിക ഭക്തി കുറെ കൂടി ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അതെല്ലാം വരുന്നത് RSSനും സംഘപരിവാർ രാഷ്ട്രീയത്തിനും ഒക്കെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണിത്. കാരണം ഇപ്പൊ നമ്മൾ ബലികുടീരങ്ങളെയും അതുപോലെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ നാടകങ്ങളൊക്കെ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസം എന്ത് ചെയ്തത് പച്ച പിടിച്ചത്. കാരണം എന്ന് വെച്ചാൽ KPSC നാടക സമിതിയും അവരുടെ വലിയ തെരുവ് നാടകങ്ങളും ഇത്തരത്തിലുള്ള വലിയ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ഇത് RSSനെയും സംഘപരിവാർ രാഷ്ട്രീയത്തിനും ഒക്കെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്നത്. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ നീ പാടും ഗീതത്തോടാണോ ഏതിനോടാണ് നിനക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിക്കുന്ന പാട്ടൊക്കെ നമ്മൾ അവർ പാടി കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ശരിക്കും അലിഞ്ഞില്ലാതെ അത് കേട്ടിരുന്നു പോകും. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ടിരുന്ന് പോകുന്നതിൻ്റെ ഉള്ളിൽ കൂടി ഈ വിശ്വാസവും അതുപോലെ തന്നെ ഭക്തിയും അമ്പലങ്ങളും ഒക്കെ തന്നെ സൃഷ്ടിക്കുന്ന ഒരു പരിസരത്ത് നിന്നുകൊണ്ട് ബിൽഡ് ചെയ്യാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ RSSന്റെ സംഘപരിവാറിന്റെ ഒക്കെ രാഷ്ട്രീയം. ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഇത്രയും ലളിതമായി പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്, ഒരു അരമുക്കാൽ മണിക്കൂർ എടുത്ത്. കാരണം ലോകത്തെവിടെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, അപ്പൊ കമ്മ്യൂണിസം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉള്ള ഐഡിയോളജി, റൈറ്റ് വിങ് ഹിന്ദുത്വ ഐഡിയോളജികൾ വളർന്നു വരുന്നത്, അല്ലെങ്കിൽ റൈറ്റ് വിങ് ഐഡിയോളജികൾ വളർന്നു വരുന്നത് ഇതിപ്പോ സ്വീഡനിലാണെങ്കിലും ഡെൻമാർക്കിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം തീവ്ര നിലപാടുകാർ വളർന്നു വരുന്നത്, ബ്രിട്ടനിൽ ഇപ്പോൾ വളർന്നു വരുന്നത്. ഇതിനെല്ലാത്തിനും തന്നെ ഇത്തരത്തിൽ ഒരു കലാ സാംസ്കാരിക മേഖലകളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ വലിയ തോതിൽ സഹായിക്കും. ആ സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതെന്നെ ആയിട്ടുള്ളത്. പക്ഷെ അപ്പൊ അവരാണ് എന്ത് ചെയ്തത്, കാര്യം താങ്കൾ പറഞ്ഞ പോലെ RSS ആണ് ഞങ്ങൾ സംഘപരിവാറാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് ശരി, ക്രിസ്ത്യൻ ഭക്തിയാനോ കൂടി പാടിയേക്കണമെന്ന് മനസ്സിലാക്കുന്നു. എനിക്ക് വേറൊരു കാര്യം, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്, ഇവരുടെ ഒപ്പം ചേർന്ന് നിന്ന് രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കി പ്രവർത്തിക്കാൻ നിന്നൊരു പാർട്ടിയാണ് കാസ എന്ന് പറയുന്നത്. കാസ എന്ന് പറയുന്ന ആകെ 90 മെയിൽ ഐ ഡി ഉള്ള ഒരു പാർട്ടിയാണ്. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നത് ഈ കാസക്കാർക്ക് ഇപ്പൊ എന്ത് പറയേണ്ടതെന്ന് എനിക്കൊന്ന് കേൾക്കാനുണ്ട്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു അമ്പലത്തിൽ അതും ആ നന്ദഗോവിന്ദ എനിക്ക് ഉറപ്പാണ് അവരുടെ മറുപടി എന്ന് പറയുന്നത് അമ്പലത്തിൽ ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ ഭക്തി കാണുന്നതിന്റെ ആവശ്യമില്ല. അവരുടെ മറുപടി അതായിരിക്കുമല്ലോ. നമ്മള് കുർബാനക്കിടയ്ക്ക് നമ്മൾ ഈ പറയുന്ന പോലെ അവരങ്ങനെ ആയിരിക്കും പറയുന്നത്, അവരുടെ വാക്യങ്ങൾ അങ്ങനെ ആയിരിക്കും. ഞാനൊക്കെ അമ്പലത്തിൽ പോയി അമ്പലത്തിലെ ഗാനമേളകൾ കേട്ട് വളർന്നിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ ഈ പറയുന്ന വൈറ്റില അമ്പലത്തിലോ പൊന്നിനി അമ്പലത്തിലോ അല്ലെങ്കിൽ നിരവധി അമ്പലങ്ങളിലോ ഈവൻ പള്ളുരുത്തിയിലെ അമ്പലത്തിലോ ഒക്കെ തന്നെ അവിടെ നിന്ന് ഒരു കലാപരമായ പ്രവർത്തനമാണ്. അമ്പലത്തിന്റെ ചടങ്ങുമായിട്ട് താങ്കൾ പറഞ്ഞ പോലെ അല്ല പറഞ്ഞിട്ടുണ്ട്, കുർബാനയൊന്നുമായിട്ട് ബന്ധമില്ല. അവിടെ പ്രാർത്ഥനക്ക് പള്ളിയിലെ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണെന്ന് വേണമെങ്കിൽ പറയാം.